മച്ചാനെ, ഞങ്ങൾ വന്താച്ചിട്ടാ. അതും പറഞ്ഞ് അർജുൻ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അവനെ പെട്ടെന്ന് കണ്ട ഷോക്കിൽ ഞാൻ അന്തം വിട്ടു നിന്നു. നീ എപ്പോൾ കെട്ടിയെടുത്തു? ഷോക്ക് മാറിയപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. ഞാൻ മാത്രമല്ലപ്പോ, എല്ലാവരുണ്ട്. എടാ ഇറങ്ങി വാഴയെല്ലാം. എന്നോട് അങ്ങനെ പറഞ്ഞ് അവൻ തിരിച്ചു വിളിച്ചതും വണ്ടിയിൽ നിന്ന് എല്ലാം കൂടി മച്ചാനെ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഫുൾ ടീം ഹാജരാണ്. ദേവുട്ടി എല്ലാവരെയും കണ്ട് പേടിച്ചോടി എൻ്റെ അടുത്ത് വന്ന് നിന്നു. നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലായില്ലേ? മൈ ബാംഗ്ലൂർ ചങ്സ്. ഞങ്ങൾ 4 പേരാണ്. ഞാൻ, വിമൽ, ജെറിൻ, ഇജാസ്. ഞങ്ങളുടെ ബാച്ചിലെ തന്നെ ഏറ്റവും കച്ചറാസായിരുന്നു ഞങ്ങൾ. അതൊക്കെ ഗീത് പറഞ്ഞ അറിവുണ്ടല്ലോ അല്ലേ? പിന്നെ ഇപ്പോൾ വന്നതിൽ എഴുന്മാരുടെയൊക്കെ പൊണ്ടാട്ടിമാരും ഉണ്ട്. ഞാനൊഴിച്ച് ബാക്കിയെല്ലാം കോളേജിൽ വെച്ച് തന്നെ ഓരോന്നിനെ വളച്ച് കൂടെ കൂട്ടി. എൻ്റെ പെണ്ണ് പിന്നെ ഇവിടെ എനിക്കായി വെയിറ്റിംഗ് ആയിരുന്നല്ലോ. കുറേ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് മാഷിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞോടി. എല്ലാവരും കൂടി വന്ന് ചക്കരയമ്മ ഈച്ച പൊതിയുന്ന പോലെ മാഷിനെ വളഞ്ഞു. ഞാൻ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു. സൗണ്ട് കേട്ട് ഗീതമ്മയും മാമനും ആൻറ്റിയും ശരത്തും ഒക്കെ ഇറങ്ങി വന്നു. ഇവിടെ നിൽക്കുന്നവരെ കണ്ടതും അവരുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് അവർ എന്നെ നോക്കിയതും മാഷിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവരെ നോക്കി. ദാ ഇതാണ് മൈ വൺ ആൻഡ് ഓൺലി സ്വീറ്റ് ദേവുട്ടി. മാഷിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും അവരുടെ കണ്ണുകൾ വിടർന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചു. ദേവുട്ടി, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അർജുൻ, ജെറിൻ, ഇജാസ്. പിന്നെ ഇത് ഇവന്മാരുടെ പൊണ്ടാട്ടിമാർ അശ്വതി, അന്ന, ഫെമി. മാഷ് പറഞ്ഞതും ഞാനും അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഒന്ന് പോടാ പപ്പേ, അതിപ്പോൾ നീ പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്കറിയാട്ടോ എന്ന് അർജുൻ ചേട്ടൻ പറഞ്ഞതും ബാക്കിയുള്ളവരും അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അതെങ്ങനെയാ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത്? അത് ഞങ്ങൾക്ക് വിമൽ പിക്ക് കാണിച്ചു തന്നിരുന്നു. ശരിയാ, ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല. ഇവൻ്റെ ദീപു സുന്ദരിയാണല്ലേ? മാഷ് ചോദിച്ചതിന് അന്ന ചേച്ചിയാണ് മറുപടി പറഞ്ഞത്. അതിന് പിന്നാലെ അശ്വതി ചേച്ചി കൂടി പറഞ്ഞപ്പോൾ ഞാൻ മാഷിനെ ഒരു ചിരയോടെ ഇടം കണ്ടിട്ട് നോക്കി. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ വിമലിനെ കാണാൻ പോയില്ലേ? പിന്നെ പോകണ്ടേ? അതുങ്ങളെ രണ്ടിനെയും കൈയോടെ പൊക്കിയെടുത്തോണ്ടാ ഞങ്ങൾ വന്നേക്കുന്നത്, ഫെമിത്ത പറഞ്ഞു. അതെ, വാ മക്കളെ വാ. എന്തിനാ നാണിച്ചിരിക്കുന്നത്? പിറകിലേക്ക് നോക്കി ജെറിച്ചായം വിളിച്ചു കേട്ട് ഞങ്ങളെല്ലാവരും അവിടേക്ക് നോക്കി. നോക്കുമ്പോൾ വിമൽ സാറും ശ്രുതി ചേച്ചിയും വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിൽ രണ്ടും കൂടി കലിപ്പിൽ നടന്നു വരുന്നത് കണ്ട് സത്യത്തിൽ ചിരിയാണ് വന്നത്. പണ്ടാരടങ്ങാൻ ഒന്ന് ഫ്രഷാകാൻ പോലും ഈ നാറുകൾ ഞങ്ങളെ സമ്മതിച്ചില്ലടാ. പൊക്കിയെടുത്ത് വണ്ടിയിലിട്ടു. ഏട്ടന്മാരുടെ നേരെ ചീറിക്കൊണ്ട് സാറ് പറയുന്നിട്ട് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഹായ് അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്. ശരത്തെ, എന്തൊക്കെ ഹാല്? സൗഖ്യമാ? അതും ചോദിച്ച് എല്ലാം കൂടി അകത്തേക്ക് കയറി. പിന്നെ കൂടുതൽ അമാന്തിച്ച് നിൽക്കാതെ ഞാനും മാഷും അവരുടെ പിറകെ കയറി. പിന്നീട് അങ്ങോട്ട് ചെവിക്ക് ഒരു തരം മന്ദപ്പായിരുന്നു. ഫുൾ കലപില. അതും മെയിൻ എനിക്കിട്ടും മാഷിനിതും പണി തരലായിരുന്നു. ഞങ്ങളെ ഒന്നും മിണ്ടാൻ പോലും അവർ സമ്മതിച്ചില്ല. മാഷിനാണെങ്കിൽ അതിൻ്റെ കളി നല്ലോണമുണ്ട്. അച്ചു, അതായത് അശ്വതി ചേച്ചിയും അന്ന ചേച്ചിയും ഫെമിത്തിയുമായിട്ട് ഞാൻ പെട്ടെന്ന് കമ്പനിയായി. ശ്രുതി ചേച്ചിയെ പിന്നെ നേരത്തെ അറിയാമല്ലോ. ഏട്ടന്മാരും അതുപോലെ തന്നെയാണ്. എല്ലാം കൂടി വീട് തലകഴയായി മറിച്ചു എന്ന് വേണം പറയാൻ. ഗീതമ്മയും ആൻറ്റിയും 8 പേരും അടുക്കളയിൽ പടി പോലും ചവിട്ടാൻ സമ്മതിച്ചില്ല. ഫുൾ കുക്കിംഗ് അവർ ആയിരുന്നു. എന്നെയും മാഷിനെയും അവർ ഒറ്റയ്ക്ക് വിടില്ല എന്ന വാശിയിലാണ്. കോപ്പ്, ഇതിലും ഭേദം ആ തെണ്ടികൾ വരാത്തതായിരുന്നു. പെണ്ണിനെ മര്യാദയ്ക്കൊന്ന് കാണാൻ പോലും സാധനങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ കാണാറുണ്ട്. നാളെയാണ് ഞാനും മാഷും കാത്തിരുന്ന ദിവസം, ഞങ്ങളുടെ വിവാഹം. അതിൻ്റെ എല്ലാ പേടിയും വെപ്രാളവും എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മാഷിൻ്റെ ആരും കാണാതെയുള്ള ഓരോ കുസൃതിയും. മുറ്റത്ത് സ്റ്റേജ് വരെ സെറ്റാക്കി. വിവാഹം അമ്പലത്തിൽ വെച്ചാണെങ്കിലും വൈകിട്ട് ചെറിയൊരു റിസപ്ഷൻ വെച്ചിട്ടുണ്ട്. കോളേജിലെ ബാക്കി സാറുമാരും പിന്നെ അടുത്ത കുറച്ച് ബന്ധുക്കളൊക്കെ നാളെ വൈകിട്ട് വരും. വർഷയും അമ്മയും നേരത്തെ തന്നെ എത്തി. അച്ഛൻ പിന്നെ വന്നാലേ അത്ഭുതമുള്ളൂ. വർഷ വന്നപ്പോൾ മുതൽ ശരത് ഭയങ്കര ഡീസൻ്റാണ്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. കോപ്പ്, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നേരം ഇത്രയായിട്ടും പെണ്ണ് എൻ്റെ അടുത്ത് പോലും വരുന്നില്ല. അവർ വിടുന്നില്ല. എല്ലാവരുമായിട്ട് ഭയങ്കര കത്തിയടിയാണ്. ഇടയ്ക്ക് ഓരോ നോട്ടം കിട്ടാറുണ്ട്. അതിലൊരു കളിയാക്കൽ ഇല്ലേ എന്നൊരു ഡൗട്ട്. അവൾ ഫ്രഷാകാൻ മുകളിലേക്ക് പോകുന്ന കണ്ടപ്പോൾ ഞാനും പതിയെ പിറകാൻ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും അടുത്തു നിന്നൊരു ശവം എന്നെ പിടിച്ചു വെച്ചു. എങ്ങോട്ടാ മോനസേ? അർജുൻ ചോദിച്ചിട്ട് ഞാനൊന്ന് എളിച്ചു കൊടുത്തു. അതേ, എൻ്റെ ഫോൺ ഞാൻ റൂമിൽ വെച്ചേക്കുക. അതൊന്ന് എടുത്തിട്ട് വരാം. ആണോ? ഇപ്പം നിനക്കെതിരെ ഫോണ്? അല്ല, അതാരെങ്കിലും വിളിച്ചാലോ? അതുകൊണ്ട് എടുത്തിട്ട് വരാം. അപ്പോൾ പിന്നെ ഇതെന്താടാ? അർജുൻ്റെ അടുത്ത് നിന്ന് ജെറിൻ എൻ്റെ ഫോണും കൈ പിടിച്ച് എന്നെ നോക്കി ചോദിച്ചു. ഞാൻ പണി പാളി എന്ന രീതിയിൽ ഒന്ന് ചിരിച്ചു കൊടുത്തു. പുന്നാര മോനെ, നീ അവരുടെ അടുത്തേക്ക് എങ്ങാനും പോയി എന്നറിഞ്ഞാൽ ചവിട്ടി എല്ലൊടിക്കാൻ ഞാൻ.
മറക്കണ്ട, ദർശനേ പുണ്യം സ്പർശനേ പാപം. വിമൽ അത് പറഞ്ഞു വന്നതും ഞാൻ കളിതുള്ളി നിന്നു. തെണ്ടി പകരം വീട്ടുക. ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പിറകിൽ ഡോറ് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ മാഷുണ്ട് കട്ടക്കലിപ്പി എന്നെ നോക്കി ഡോറ് ചാരി നിൽക്കുന്നു. ഞാൻ അന്തം വിട്ട് മാഷിനെ നോക്കി. മാഷെന്താ ഇവിടെ? ഓ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഞാൻ കരുതി അവരെ കണ്ടപ്പോൾ എന്നെ മറന്നു എന്ന്. മാഷൊരു പുച്ഛത്തോടെ അത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. മാഷേ, ഒന്ന് പോ, ആരെങ്കിലും കണ്ട പണിയാകും. മാഷ് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ അല്പം പേടിയോടെ പറഞ്ഞതും അതൊന്നും മൈൻഡാക്കാതെ മാഷ് കലിപ്പിൽ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഞാനൊന്ന് ശ്വാസം നീട്ടിയെടുക്ക് കണ്ണും വിളിച്ച് മാഷിനെ നോക്കി. ഇപ്പോൾ ആ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നിട്ടുണ്ട്. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ എല്ലാം മറക്കുക പെണ്ണെ. മറ്റേതോ ലോകത്തെത്തുന്ന ഫീൽ. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യാത്തൊരവസ്ഥ. എൻ്റെ ജന്മം അവസാനിക്കുന്നത് വരെ മാറോട് ചേർത്ത് നിർത്തി എനിക്ക് നിന്നെ സ്നേഹിക്കണം. നിന്നോടുള്ള എൻ്റെ പ്രണയത്തിന് മരണമില്ല. അത് അന്നും ഇന്നും എന്നും എന്നിൽ തന്നെ ഉണ്ടാകും. മാഷി പറഞ്ഞിട്ട് ഞാൻ മാഷിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ കൈകൾ എന്നെ പൊതിഞ്ഞു പിടിച്ചു. എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല. സിദ്ധുമോനെ, നീ പുറത്തേക്ക് ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ വാതിൽ ചവിട്ടി പൊളിക്കണോ? പെട്ടെന്ന് പുറത്തുനിന്ന് ജെറിച്ചായം വിളിച്ചിട്ട് ഞങ്ങൾ ഞെട്ടി അകന്നു മാറി. ഓ ഓ, ഈ ശവങ്ങളെ ഇപ്പോൾ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മാഷി പിറുപിറുത്തോണ്ട് നിലത്ത് രണ്ട് ചവിട്ടി ചവിട്ടി നടുവിന് കൈ കൊടുത്ത് നിന്നു. എനിക്ക് എന്നാൽ പേടിയായി. മാഷേ, അവരെ കൊണ്ട് പറയിപ്പിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ പ്ലീസ്. സിദ്ധുവേട്ട അകത്തുണ്ടെന്നറിയാം. ആ കൊച്ചിനെ ഇങ്ങ് തന്നേക്ക്, ഞങ്ങൾ കൊണ്ടുപോയി ഉറക്കട്ടെ, ഇല്ലെങ്കിൽ നാളെ ക്ഷീണമാകും. അച്ചു ചേച്ചി പറഞ്ഞു കേട്ട് അവരെല്ലാം ചിരിച്ചു തുടങ്ങി. ഞാൻ നിസ്സഹായയായ മാഷിനെ നോക്കി. അതിൻ്റെ മുഖത്ത് ഇപ്പോഴും പേടിയൊന്നുമില്ല. ഞാൻ പിന്നെ കൂടുതൽ ആലോചിക്കാതെ പോയി ഡോറ് തുറന്ന് പുറത്ത് നിൽക്കുന്നവരെ ഒന്ന് നോക്കി ചിരിച്ചു കൊടുത്തു. ഏട്ടന്മാരും ശരത്തും അപ്പോൾ തന്നെ തിരിച്ചു വന്ന് ചിരിച്ചെടുത്ത് മാഷിനെ റൂമിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയി. ചേച്ചിമാരും വർഷയും പിന്നെ നേരെ റൂമിലേക്ക് കയറി. എന്നെയും കൂട്ടി നേരെ ബെഡിൽ കയറി കിടന്നു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഒരുക്കം തുടങ്ങി. അന്ന ചേച്ചിയും അച്ചു ചേച്ചിയും എന്നെ സാരി ഉടുപ്പിച്ചു തന്നു. അതിൻ്റെ കൂടെ ഫെമിത്തയുടെയും വർഷയുടെയും ശ്രുതി ചേച്ചിയുടെയും വക സിമ്പിൾ മേക്കപ്പും. മെറൂൺ കളറിൽ ബീഡ്സ് വർക്ക് ചെയ്ത പട്ടുസാരിയായിരുന്നു എൻ്റെ വേഷം. മാഷും ഒരു ക്രീം കളർ ഷർട്ടും കൊണ്ടുമാണ് ധരിച്ചത്. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് ചെന്നു. അങ്ങനെ ആ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ എൻ്റെ മാഷിനെ സ്വന്തമാക്കി. മാഷിൻ്റെ കൈകൊണ്ട് ചാർത്തിയ ആലിലത്താലി ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി. മാഷിൻ്റെ കയ്യിലെ ഒരു നുള്ള സിന്ദൂരത്താൽ എൻ്റെ സീമന്തരേഖയെ ചുവപ്പിച്ചു. ഒപ്പം മാഷിൻ്റെ അധരങ്ങളും അവിടേക്ക് അമർന്നു. ഞാനിപ്പോൾ ഒരു ഭാര്യയായിരിക്കുന്നു. ആലോചിച്ചപ്പോൾ ശരീരമാകെ ഒരു വിറയിൽ കടന്നുപോയി. മാഷിൻ്റെ കൈപിടിച്ച് ചുറ്റും വലം വെച്ച് വന്നു. അമ്മയുടെയും ഗീതമ്മയുടെയും ചന്ദ്രമാമയുടെയും ആൻറ്റിയുടെയും അനുഗ്രഹം വാങ്ങി. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഗീതമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ സ്നേഹചുംബനം അർപ്പിച്ചു. എല്ലാവരുടെയും നിറപുഞ്ചിരിയോടെ സംസാരിച്ച് നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ തന്നെ ഞാൻ നിമിഷമാതെ നോക്കിയിരുന്നു. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ദേവൂട്ടി എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഭാര്യ. ഇനി ഞങ്ങൾക്ക് അല്പം പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് കരുതിയാകണം ഞങ്ങളോട് നേരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് എൻ്റെ ബുള്ളറ്റിൻ്റെ കീയും തന്ന് എല്ലാവരും നേരത്തെ പോയി. ദേവൂട്ടിയുടെ കൈയും പിടിച്ച് ഞാൻ നടന്നു. പെണ്ണിനോട് ചേർന്ന് നടന്നു. മാഷേ, ഒരു കാര്യം പറയട്ടെ? പറ പെണ്ണേ, ഇങ്ങോട്ട് നോക്ക്, എന്നാലേ പറയൂ. അതും പറഞ്ഞ് അവൾ എൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു. ഞാൻ അവളെ അടിമുടി നോക്കി. എന്തുവാടി നിനക്ക്? വേഗം പറ, അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞു കേട്ട് അവൾ ചുണ്ടു കുറിപ്പിച്ച് തിരിഞ്ഞു നിന്നു. ഞാനൊരു ചിരിയോടെ പിറകിലൂടെ ചെന്ന് അവളുടെ തോളിൽ താടി വെച്ചു. എന്താണ് എൻ്റെ പൊണ്ടാട്ടിക്കുട്ടിക്ക് പറയാനുള്ളത്? നീ പറയുന്നത് കേൾക്കാനല്ലേ ഞാൻ പറഞ്ഞു കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പെണ്ണ് എൻ്റെ നേരെ തിരിഞ്ഞ് എൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. കണ്ണേട്ടാ, എൻ്റെ കാതോരപ്പെന്ന് പെണ്ണ് വിളിച്ചു കേട്ട് ഞാൻ വിറന്ന കണ്ണുകളോടെ അവളെ നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയെന്ന് സൈറ്റടിച്ചു. എന്താ പറയണ്ടേന്നറിയില്ല. സ്നേഹവും പ്രണയവും വാത്സല്യം നിറഞ്ഞ അവളുടെ ആ വിളിയിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാനൊരു ചിരിയോടെ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ എല്ലാം നേരത്തെ സെറ്റായിരുന്നു. എല്ലാം അതിൻ്റെ മുറക്ക് തന്നെ നടത്തി. വിജിതാൻ്റെ ഞങ്ങൾക്ക് ആരതി ഒഴിഞ്ഞു. ഗീതു നിറഞ്ഞ സ്നേഹത്തോടെ ദേവിക്കുട്ടിക്ക് നിലവിളക്ക് കൊടുത്തു. എന്നെ ഒരു നോക്ക് നോക്കി പുഞ്ചിരിയുടെ പെണ്ണ് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഇനി എന്നെന്നും എൻ്റെ വീട്ടിലെ ശ്രീദേവിയായി. വിളക്ക് പൂജാമുറിയിൽ വെച്ച് ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചു. സദ്യയും അടപ്രഥമനും പാൽപ്പായസവും ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരുക്കിയിരുന്നു. എന്നെയും കണ്ണേട്ടനെയും ആദ്യമേ പിടിച്ചിരുത്തി എല്ലാവരും ഞങ്ങൾക്ക് വിളമ്പി തന്നു. കണ്ണേട്ടൻ എനിക്കും ഗീതമ്മയ്ക്കും ഓരോ ഉരുള വാരി തന്നു. ഞങ്ങൾ തിരിച്ചും വാരി കൊടുത്തു. പിന്നെ അങ്ങോട്ട് ആരൊക്കെ ആർക്കൊക്കെ വാരി കൊടുക്കുക എന്നൊരു നിശ്ചയമില്ല.
അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വൈകിട്ടത്തെ പരിപാടിക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. സിദ്ധാർത്ഥ് വിത്ത് ശ്രീദേവി മുറ്റത്ത് വളരെ മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേജിൻ്റെ ബാക്ക് കട്ടലിൻ്റെ ഒത്ത നടുക്കായി പല വർണ്ണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന എൻ്റെയും കണ്ണേട്ടൻ്റെയും പേരിലേക്ക് ഞങ്ങളൊരു പുഞ്ചിരിയോടെ നോക്കി. സമയം 7 മണിയോട് അടുത്തിട്ടുണ്ട്. ക്ഷണിച്ചവർ എല്ലാവരും തന്നെ എത്തി. ആ കൂട്ടത്തിൽ നിത്യയും കൃപയും ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ അണിയിച്ച താലിയും നെഞ്ചിലേറ്റി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന എന്നെ കണ്ടതും അവർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. കണ്ണേട്ടനെ വിഷ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്ത് രണ്ടും ചറവറ സ്റ്റാറ്റസ് ഇട്ടു. അത് ദീപയെ കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് അവരുടെ ആകാംക്ഷ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആഷ് കളർ നെറ്റ് ക്ലോത്തിൽ ഹെവി സ്റ്റോൺ വർക്ക് ചെയ്ത ലെഹങ്കയായിരുന്നു എൻ്റെ വേഷം. കണ്ണേട്ടനും അതേ കളർ കുർത്തയിലായിരുന്നു. ഗീതമ്മയും ചന്ദ്രമാമ്മയും ആൻറ്റിയും എല്ലാവരും സ്വീകരിക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ ശരത് വർഷയായി കൂട്ടയായി. ചെക്കനെ സൂക്ഷിക്കാൻ സമയമായി. ഹലോ എവ്രി വൺ, പ്ലീസ് ലിസൺ. പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ വിമൽ സർ പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോട്ടം വായിച്ചു. സാറിനടുത്തായി ശ്രുതി ചേച്ചിയുണ്ട്. ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ടുഡേ ഈസ് എ വണ്ടർഫുൾ ഡേ. നമ്മുടെ എല്ലാം പ്രിയങ്കരനും സൽസഭായും സർവോപരി സൽഗുണ സമ്പന്നനുമായ സിദ്ധു. അവസാനത്തെ ആ സിദ്ധു വിളി സർ അല്പം നീട്ടി വിളിച്ചതും എല്ലാവരും കൂടി കോറസ് പോലെ ഓ ഓ എന്ന് ഒച്ചയിട്ട് കണ്ണേട്ടനെ നോക്കി. കണ്ണേട്ടൻ ഒരു ചിരിയോടെ തന്നെ നിൽക്കുകയാണ്. യെസ്, നമ്മുടെ സിദ്ധു അവൻ്റെ ദേവുകുട്ടിയെ ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് എൻജോയ് ചെയ്യണ്ടേ? വേണം. വീണ്ടും എല്ലാവരും കോറസ് പാടി. എനിക്കാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ആകെ ചടപ്പ്, കൂടെ ശീലമില്ലാത്ത വേഷവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്വിങ്ക്ലിംഗ് സ്റ്റാർസിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് സിദ്ധാർത്ഥ്, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. ശ്രുതി ചേച്ചി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതും അതിന് സമ്മതമായി എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. കണ്ണേട്ടൻ എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച് എൻ്റെ കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. രാത്രിയായതുകൊണ്ട് ഫുൾ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങൾ വെട്ടിത്തിളങ്ങി. ഗൈസ്, ഏതൊരു ശുഭകാര്യത്തിനു മുമ്പും അല്പം മധുരം നുകരണം എന്നല്ലേ പ്രമാണം? നിറഞ്ഞ ഇവരുടെ ഇനിയുള്ള ജീവിതം അതുപോലെ മധുരമുള്ളതാകട്ടെ. സാറ് പറഞ്ഞതും അർജുനേട്ടൻ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറിയ ടേബിൾ കൊണ്ടുവന്നു. അതിന് മുകളിലായി വെച്ചിരിക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ മാഷ് ദേവുട്ടി എന്നെഴുതി വച്ചിരിക്കുന്നു. ഈ സുന്ദര നിമിഷത്തിൽ പങ്കാളിയാകാൻ നമ്മുടെ സ്വന്തം ഗീതാമ്മയെയും ശ്രീദേവിയെയും അച്ഛനെയും അമ്മയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രുതി ചേച്ചി ക്ഷണിച്ചത് കേട്ട് ഗീതാമ്മയും അമ്മയും സ്റ്റേജിലേക്ക് കയറി. എന്നാൽ അവരുടെ കൂടെ അച്ഛനെ കണ്ട് ഞാൻ ഞെട്ടി കണ്ണേട്ടനെ നോക്കി. കണ്ണേട്ടൻ എന്നെ നോക്കി പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു. ഗീതമ്മയും അതിന് പിറകെ അമ്മയും അച്ഛനും വന്ന് ഞങ്ങൾക്ക് മധുരം നൽകിയപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. അച്ഛനൊന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്തില്ലെങ്കിലും മനസ്സിൽ എന്നെ 1000 തവണ അനുഗ്രഹിച്ചതുപോലെ തോന്നി എനിക്ക്. അവർ പോയതിനു പുറമെ ഓരോരുത്തരായി വന്ന് ഞങ്ങൾക്ക് മധുരം നൽകാനും ഫോട്ടോ എടുക്കാനും തുടങ്ങി. അങ്ങനെ വയർ ഫുള്ളായി എന്ന് വേണം പറയാൻ. വന്നവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫുഡിൻ്റെ ഗന്ധം എൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി. നോൺ വെജ് പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മണം അടിച്ചപ്പോഴേ എനിക്ക് അസ്വസ്ഥത തോന്നി. ഇവന്മാർ പിന്നെ എൻ്റെ ചങ്കളായതുകൊണ്ട് എനിക്കിട്ട് നല്ലോണം പണിയുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ഫുൾ അലേർട്ടായിരിക്കണം. എപ്പോൾ എവിടുന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ചങ്കളെ വക ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതവർ നേരത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നു അത്രേ. പെട്ടെന്ന് തന്നെ എല്ലാവരും സെറ്റായി നിന്ന് ഞങ്ങളെ അവരുടെ സെൻറ്ററിൽ നിർത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കൂളിംഗ് ഗ്ലാസ് നൽകി അവർ സോങ് പ്ലേ ചെയ്തു. പാട്ടിനൊപ്പം അവർ കളിച്ചു തിമിർത്തു. സപ്പോർട്ടായിട്ട് കണ്ടു നിന്നവർ കൈയടിക്കാൻ തുടങ്ങി. പിന്നെ കിട്ടിയ അവസരമായതുകൊണ്ട് ഞാനും ദേവുട്ടിയും പിന്നെ ഒന്നും നോക്കിയില്ല, അവരുടെ കൂടെ അങ്ങോട്ട് ചേർന്നു. പെണ്ണ് വിചാരിച്ച പോലെയല്ല, അടിപൊളി ഡാൻസറാണ്. ഡാൻസ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ നോട്ടം പലപ്പോഴും എൻ്റെ പെണ്ണിലേക്ക് പാറി വീണു. ഈ വേഷത്തിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. പെട്ടെന്ന് ലൈറ്റ്സ് എല്ലാം ഓഫായി. ഞങ്ങൾക്ക് മുകളിൽ മാത്രം ഒരു സെൻറ്റർ ലൈറ്റ് തെളിഞ്ഞു. കൂടെ ഒരു മെലഡിയസ് സോങ്ങും പ്ലേ ആയി. കാര്യം മനസ്സിലായതും ഞാൻ അവന്മാരെ നോക്കിയൊരു കള്ളച്ചിരി പാസാക്കി. ദേവുട്ടിയുടെ കൈ പിടിച്ചു വലിച്ച് എൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ അരയിലൂടെ കൈയിട്ട് ലോക്കാക്കി. പെട്ടെന്നായതുകൊണ്ട് പെണ്ണ് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ സോങ്ങിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവളുടെ അരയിലുള്ള എൻ്റെ പിടി അയഞ്ഞതും പെണ്ണ് പതിയെ പിറകിലേക്ക് പോകാൻ തുടങ്ങി. പിറകിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ അതിന് സമ്മതിക്കാതെ വീണ്ടും അവളുടെ കൈ പിടിച്ച് വലിച്ച് തിരിച്ചു നിർത്തി. വിടർത്തിയിട്ട് അവളുടെ മുടി മുന്നിലേക്ക് പതിയെ വകഞ്ഞു മാറ്റി ആ മിനുസമാർന്ന പിൻകഴുത്തിൽ പതിയെ മുഖം ഉരസി. അവളൊന്ന് പുഴഞ്ഞുകൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞു.
ദേവിട്ടിയുടെ ഒരു കൈ എൻ്റെ കൈക്കുള്ളിലാക്കി അല്പം ഉയർത്തിപ്പിടിച്ചു. മറുകൈ എൻ്റെ തോളത്ത് വെച്ചു. എൻ്റെ മറുകൈ അവളുടെ അരയിലൂടെ ചേർത്തു. ആ ഗാനത്തിൽ മുഴുകി ഞങ്ങൾ പതിയെ ഓരോ സ്റ്റെപ്പും വെച്ചു. പരസ്പരം മറന്ന് കണ്ണുകൾ തമ്മിൽ പ്രണയിക്കുകയായിരുന്നു ആ നേരം ഞങ്ങൾ. അവളുടെ വാലിട്ടെഴുതിയ കണ്ണുകളും ഇളം ചുവപ്പ് അധരങ്ങളും എന്നെ അവളിലേക്ക് ചേരാനായി വെമ്പൽ കൊള്ളിക്കുന്നു. എൻ്റെ പ്രണയം പൂർണ്ണമായും നിന്നിലേക്ക് ഒഴിക്കാൻ കാത്തിരിക്കാൻ പെണ്ണെ. നിൻ്റെ ഓരോ അണുവും എനിക്കെൻ്റെ സ്നേഹം കൊണ്ട് പൊതിയണം. ഫോർ ദാറ്റ് വെയിറ്റിംഗ് ഫോർ എ ഫ്യൂ ഹവേഴ്സ് ഡിയർ. അത്രയും നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ ഇമ്മ വെട്ടാതെ പുഞ്ചിരിയോടെ നോക്കി നിന്ന ദേവുട്ടി ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് കേട്ട് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. അത് പ്രതീക്ഷിച്ചത് കൊണ്ട് ഞാനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ചു. പെട്ടെന്ന് സോങ് സ്റ്റോപ്പായതോടെ ചുറ്റും നിന്നവരുടെ കൈയടി കേട്ടപ്പോൾ ഞങ്ങൾ അകന്നു മാറി. പെണ്ണാകെ വെട്ടി വിയർത്തി നിൽക്കുകയാണ്. പാവം ടെൻഷനായി. കണ്ണേട്ടൻ പറഞ്ഞ ഈ ഫ്യൂ ഹവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ശിവനെ നൈറ്റ് അല്ല ഫസ്റ്റ് നൈറ്റ്. എൻ്റെ ഹൃദയമാണെങ്കിൽ ഇപ്പോഴേ ഹൈ സ്പീഡിൽ കുതിച്ചുയരാൻ തുടങ്ങി. കൈയും കാലൊക്കെ തണുത്ത് വിറച്ചു. അല്ല ഞാനെന്തിനാ ഇപ്പോഴേ പേടിക്കണേ? എൻ്റെ കൃഷ്ണ എന്നെ കാത്തോണേ. അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ വെജാണ് കഴിച്ചത്. ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മിക്കവാറും തന്നെ പോയിരുന്നു. അമ്മയും അച്ഛനും വർഷയും പോകാൻ ഇറങ്ങിയതും അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അമ്മയും വർഷയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛൻ എന്നെ നോക്കാതെ മനഃപൂർവ്വം നോട്ടം മാറ്റി. എന്നാൽ ഇവിടെ എന്നേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ശരത്തായിരുന്നു. അത് വർഷ പോകുന്നത് കൊണ്ടാണോ അതോ അവർ ഇന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കൊണ്ടാണോ എന്നൊരു നിശ്ചയമില്ല. വർഷയാണെങ്കിൽ ശരത്തിനെ അടിമുടി നോക്കി നെറ്റിച്ചുളിക്കുന്നുണ്ട്. നമ്മളെ പെണ്ണ് അമ്മയും വർഷയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് ശരത്ത് തുടങ്ങി അവൻ്റെ പട്ടിഷോ. വർഷ പോകുന്നത് കൊണ്ട് മാത്രമല്ല അവരും ഇന്ന് തിരിച്ചു പോവുകയാണ്. ചെക്കൻ എന്തൊക്കെ പറഞ്ഞാലും എന്നെ വലിയ കാര്യമാണ്. എനിക്കും അങ്ങനെ തന്നെ. അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമ്മളെ ചങ്സ് അടുത്തേക്ക് വന്നത്. ബ്രോ, അപ്പോൾ നിൻ്റെ ലൈഫൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യ്. ഞങ്ങൾ ഇന്ന് തന്നെ തിരിക്കുകയാണ് ബാംഗ്ലൂർക്ക്. നീ പറ്റുമെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങ്. അർജുൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ഞാനും വിമൽ ഒഴികെ ബാക്കി മൂന്നും ബാംഗ്ലൂർ തന്നെ സെറ്റിലാണ്. ഡാ എന്താടാ ഇത്ര പെട്ടെന്ന് പോകുന്നത്? കുറേ ആയില്ലേ നിങ്ങൾ നാട്ടിലേക്ക് വന്നിട്ട്? കുറച്ച് ദിവസം നിന്നിട്ട് പോകാടാ. അയ്യോ അതൊന്നും നടക്കില്ല സിദ്ധുവേട്ടാ. ഇപ്പോൾ തന്നെ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി വന്നതാ. ഇനിയും വൈകിയ പണി തന്നെ പോകും, അച്ചു പറഞ്ഞു. ഏട്ടൻ പേടിക്കണ്ട. ഒരിക്കൽ ഞങ്ങൾ ഒരു ലോങ് ലീവൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാം. ഓക്കെ അല്ലേ? പിന്നെ ഞങ്ങളുടെ കൊച്ചിനെ പൊന്നുപോലെ നോക്കിക്കോണം. ഞങ്ങളുടെ തങ്കക്കുടമാണാ നിൽക്കുന്നത്. അന്നെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും ശരിവെച്ചപ്പോൾ ഞാനൊരു പുഞ്ചിരിയുടെ ദേവുട്ടിയെ നോക്കി. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കും. അവന്മാരെല്ലാം കൂടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞു പോയി. ആ ഓൾ ദ ബെസ്റ്റിൽ എന്തോ ഒരു പന്തികേടില്ലേ? ഉണ്ടോ ആവോ. കണ്ണേട്ടൻ്റെ ഫ്രണ്ട്സ് പോയ പിറകെ ചന്ദ്രമാമയും വിജിതാൻ്റിയും ഞങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങി. ശരത്തിനെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോയത്. കൂടെ വിമൽ സാറും ശ്രുതി ചേച്ചിയും കൂടി പോയതോടെ ഞാനും കണ്ണേട്ടനും ഗീതാമ്മയും മാത്രമായി. ആ മോള് പോയി വയസ്സൊക്കെ മാറ്റി ഫ്രഷായി വാ. ഞാനൊന്ന് കിടക്കട്ടെ. രാവിലെ മുതൽ തിരക്കായതുകൊണ്ടാകും നല്ല തലവേദന. ഗീതമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയ പിറകെ ഞാനും കയറാൻ തുടങ്ങിയതും കണ്ണേട്ടൻ എന്നെ പിന്നിൽ നിന്ന് വലിച്ചു. ഞാൻ കറക്റ്റായി മാഷിൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. ഞാൻ വരണോ കൂട്ടിന്? കണ്ണേട്ടൻ എൻ്റെ കാതോരം ചോദിച്ചു. എങ്ങോട്ട്? ഫ്രഷാകാൻ. എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ഒരു കള്ളച്ചിരിയോടെ കണ്ണേട്ടൻ പറഞ്ഞതും എൻ്റെ ഉള്ളൊന്ന് കാളി. വേണ്ട, ഞാൻ വിക്കി പറഞ്ഞു. അതെന്താ വേണ്ടാത്തേ? എനിക്കുള്ളത് തന്നെയല്ലേ? കണ്ണേട്ടൻ പറഞ്ഞു കേട്ട് എൻ്റെ മുഖം നാണത്താൽ ചുവന്നു. ഒപ്പം വിറയലും പേടിയും. ഈ അൺലിമിറ്റഡ് റൊമാൻറ്റിക് പീസിനെ സഹിക്കാൻ പൊന്നുമോള് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഞാൻ വരുന്നില്ല, പക്ഷേ ഒരിക്കൽ വരും. ഇപ്പോൾ എൻ്റെ ചക്കരക്കുട്ടി വേഗം പോയി ഫ്രഷായി വന്നേ, ചേട്ടൻ കാത്തിരിക്കും. മാഷ് അതും പറഞ്ഞ് എന്നിലെ പിടിയെന്ന് അയച്ചതും ഞാനൊരു ഓട്ടായിരുന്നു റൂമിലേക്ക്. ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ ഗീതമ്മയെ അവിടെയൊന്നും കാണാനേ ഇല്ലായിരുന്നു. ഈ സമയത്ത് എവിടെ പോകാനാ എന്ന് കരുതി അന്വേഷിച്ച് ചെന്നപ്പോൾ ഗീതമ്മ ഇപ്പോഴും മുറിയിൽ കിടക്കുവാണ്. ഗീതമ്മേ, തലവേദന ഇതുവരെ മാറിയില്ലേ? ഞാൻ അതും ചോദിച്ച് ഗീതമ്മയുടെ അടുത്ത് നിന്നു. കണ്ണുകൾ പതിയെ തുറന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇല്ല മോളെ, സാരമില്ല, അത് മാറിക്കോളും. മോള് പോയി കിടന്നു. അവശതയുടെ ഗീതമ്മ പദം പറഞ്ഞതും ഞാൻ നെറ്റിയിൽ കൈവച്ച് തൊട്ടു നോക്കി. പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു. പൊള്ളുന്ന ചൂട്. അയ്യോ ഗീതമ്മേ, നല്ല പനിയുണ്ടല്ലോ. ഞാൻ പോയി ഒരു ഗ്ലാസ് ചുക്കാപ്പി ഉണ്ടാക്കി തരാം. അതൊന്നും വേണ്ട കുട്ടി, ചെറിയ പനിയല്ലേ, നാളാകുമ്പോഴേക്കും മാറിക്കോളും. ഗീതമ്മ ഒന്നും പറയണ്ട. ഇപ്പോഴത്തെ പനി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക്
ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട മോളെ, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. എന്നാൽ ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കി തരാം. ഞാൻ ടേബിളിലിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് ബാം എടുത്ത് നെറ്റിയിൽ പുരട്ടി കൊടുത്ത് കാപ്പി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഇവന്റ് മാനേജ്മെൻറ്റുകാരുടെ ബിൽ സെറ്റിൽ ചെയ്ത് അകത്തേക്ക് കയറിയപ്പോഴാണ് ദേവുട്ടി കാപ്പിയൊക്കെ ഉണ്ടാക്കി ഗീതുവിൻ്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ടത്. ചെന്ന് നോക്കിയപ്പോൾ ഗീതു ബെഡിൽ ചാരിയിരുന്ന് കാപ്പി കുടിക്കുന്നു. എന്താ ഗീതു, എന്തു പറ്റി? ഞാൻ ആവരാതിയുടെ ഗീതുവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. നെറ്റിയിൽ തൊട്ടു നോക്കി. പൊള്ളുന്ന ചൂട്. ഗീതു, നല്ല പനിയുണ്ട്, വാ ഹോസ്പിറ്റലിൽ പോവാം. ദേവു, നീ പോയി ആ കാറിന് കീ എടുത്തു വാ. ഞാൻ പറഞ്ഞതിട്ട് ദേവു പോകാനൊരുങ്ങിയതും ഗീതു തടഞ്ഞു. എൻ്റെ പൊന്നുമക്കളെ, എനിക്കൊരു കുഴപ്പമില്ല. ഇതൊരു ചെറിയ പനിയാണ്. സമയം ഒരുപാടായി. നിങ്ങൾ പോയി കിടന്നു. ഈ അവസ്ഥയിൽ ഗീതമ്മയുടെ ഒറ്റക്കാക്കി എങ്ങനെയാ പോവുക? കണ്ണേട്ടാ, ഞാൻ ഇന്നിവിടെ കിടന്നാലോ? ദേവൂട്ടി എന്നെ നോക്കി ചോദിച്ചു കേട്ട് ഞാൻ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കയ്പിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലായി. വേണ്ട മോളെ, അമ്മയ്ക്ക് കുഴപ്പമില്ല. എൻ്റെ കൂടെ കിടന്ന് മോളുകൂടി പനി വരുത്തി വെക്കേണ്ട. പോയി കിടന്നോ. കണ്ണ, ചെല്ലടാ. അത് വേണ്ടമ്മേ, രാത്രി പനി കൂടിയാലോ? ഞാൻ കിടക്കാൻ കണ്ണേട്ടാ. അനുവാദത്തിനെന്ന പോലെ അവൾ എന്നെ നോക്കി. ഇന്നത്തെ രാത്രി കുളമായ ആശ്വാസവും ആ മുഖത്ത് കാണാനുണ്ട്. ഗീത പിന്നെ മറുത്തൊന്നും പറയാൻ നിന്നില്ല. ദേവൂട്ടി ഒന്നുകൂടി നോക്കി ഞാൻ നിരാശയോടെ മുറിവിട്ടിറങ്ങി. പെണ്ണ് അപ്പോൾ തന്നെ ഗീതൻ്റെ കൂടെ കയറി കിടന്നു. ഇന്ന് നീ സുഖമായിട്ട് ഉറങ്ങിക്കോ മോളെ. നാളെ നിനക്ക് ശിവരാത്രിയാണ്. ശിവരാത്രി, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഫ്രണ്ട്സ്, ഇന്ന് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ടുണ്ടേ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പറ്റാവുന്ന പോലെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.